ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ. വയനാട്ടിലേക്ക് വഴി തുറക്കുന്ന താമരശ്ശേരി ചുരത്തിന്റെ ഉത്ഭവം ഒരു ചതിയുടെ കഥയാണെന്ന് നിങ്ങൾക്കറിയാമോ? 3 മലമടക്കുകളിലായി 9 ഹെയർപിൻ വളവുകളുമായി 12 കിലോമീറ്റർ കാനനപാത. അതാണ് താമരശ്ശേരി ചുരം. കാലം 1799. കോഴിക്കോട് നിന്ന് ചുരം വഴി വയനാട്ടിലേക്കും അതുവഴി മൈസൂരിലേക്കും ഒരു പാതയുണ്ടാക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്ന കാലം. പല മാർഗങ്ങൾ ശ്രമിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. ആ സമയം വയനാട്ടിലെ കാടിനെയും ഭൂപ്രകൃതിയെയും നന്നായി അറിയാവുന്ന ആദിവാസി പണിയർ വിഭാഗത്തിലെ കാരണവരായ കരിന്തണ്ടന്റെ സഹായം ബ്രിട്ടീഷുകാർ തേടി. കാരിരുമ്പിന്റെ കരുത്തുള്ള ശരീരം, തലമുറകളായി കൈമാറിക്കിട്ടിയ അധികാര ചിഹ്നമായ അത്ഭുതവള, ഇടം തോളിൽ ഗോത്രാധികാരത്തിന്റെ പ്രതീകമായ പട്ട്, കരിമ്പാറയിൽ കൊത്തിയെടുത്ത ശില്പം പോലെ ഒരു യുവാവ്, അതായിരുന്നു കരിന്തണ്ടൻ. ആ കരിന്തണ്ടന്റെ സഹായത്തോടുകൂടി ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ വയനാട്ടിലേക്ക് പുതിയ വഴി കണ്ടെത്തി. ഒരു പ്രബലമായ സാമ്രാജ്യത്തിന് കേവലം ഒരു ആദിവാസിയുടെ സഹായം തേടേണ്ടി വന്നു എന്ന നാണക്കേട് മറയ്ക്കാനും കരിന്തണ്ടനെ ചതിച്ചു കൊന്നു എന്നാണ് ഐതിഹ്യം. ചതിയാൽ മരണപ്പെട്ട കരിന്തണ്ടന്റെ ആത്മാവ് അലിഞ്ഞു നടക്കുന്നുവെന്നും ചുരം വഴി പോകുന്ന വാഹനങ്ങളെ അപകടത്തിൽപ്പെടുത്തിയെന്നും വിശ്വസിച്ചു പോരുന്നു. ഈ ആത്മാവിനെ ഇരുമ്പു ചങ്ങലയിൽ ബന്ധിച്ച മരമാണ് ഇവിടുത്തെ ചങ്ങല മരം എന്നറിയപ്പെടുന്നത്.